നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും റിഗ്രഷൻ ലൈൻസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഡേറ്റ. ഇൻകവും എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡേറ്റ നമുക്ക് ഒരു എക്സൽ ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒരു എക്സൽ ഷീറ്റിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് ഫോർമുലാസിൽ പോവുക, ഇൻസെർട്ട് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക. കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോറൽ എന്നാണ്, CORREL ആണ്. നമ്മൾ സിയിൽ നിന്ന് സെലക്ട് ചെയ്യുക, CORREL. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അറേ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വാല്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അറേ 2 എന്ന് പറയുന്നത് നമ്മുടെ y വാല്യൂസ് ആണ്. എന്ത് ചെയ്യുക? ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോറിലേഷൻ്റെ വാല്യൂസ്. കോറിലേഷൻ വന്ന് 0.6. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഇത് ഈ സെയിം ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് റിഗ്രഷൻ ലൈൻ y on x കാൽക്കുലേറ്റ് ചെയ്യാം. Calculate the regression line y on x calculate ചെയ്യണം and calculate the value of y when x equal to 45 and x equal to 39. ഞാൻ നമുക്ക് ഉപയോഗിക്കേണ്ട സെയിം ഡേറ്റ തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ റിഗ്രഷൻ ലൈൻ y on x മോഡൽ y ഈക്വൽ ടു ax പ്ലസ് ബി എന്ന മോഡലാണ്. നമ്മുടെ ഇക്വേഷൻ മോഡൽ y ഈക്വൽ ടു ax പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് a നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് എന്ന് പറയാം. സ്ലോപ്പ് എന്ന് പറയുന്നതാണ് a. അതേപോലെ ബി എ നമുക്ക് പറയാം ഇന്റർസെപ്റ്റ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനകത്തിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോകാം, ആദ്യം സ്ലോപ്പ് കണ്ടെത്തും. സ്ലോപ്പ് ഓക്കെ, നോൺ വൈസ് വൈയുടെ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നോൺ എക്സസ് എക്സിന്റെ വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യുക? ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഇനി ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി വാല്യൂ ആണ്. ഈ വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതേ സെയിം അതായത് ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക, സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക, ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നോൺ വൈസിന്റെ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതേപോലെ നോൺ എക്സസിന്റെ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷന്റെ മോഡൽ ഇങ്ങനെ കിട്ടും. പോയിന്റ് നമുക്ക് വാല്യൂ ചെയ്താൽ 0.0425x പ്ലസ് 26.99 എന്ന വാല്യൂ ആയിരിക്കും നമുക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് ബിയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. y ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് 0.425x 26.99. ഇനി നമുക്ക് ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. x ഈക്വൽ ടു 45 and x ഈക്വൽ ടു 45. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. 45 എന്ന വാല്യൂ ഇക്വേഷനകത്ത് കൊടുത്തുകൊണ്ടും നമുക്ക് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മറിച്ച് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് വൈയുടെ വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ട്രെൻഡ് ആണ്. ട്രെൻഡ്. അപ്പോൾ നമ്മൾ കീയിൽ പോവുക, ട്രെൻഡ് സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോൺ വൈസ് നമ്മുടെ വൈയുടെ വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോൺ എക്സസ് എക്സിന്റെ വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ന്യൂ എക്സിന്റെ വാല്യൂ എത്രയാണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, 45. ഇനി കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കോൺസ്റ്റന്റ് 2 എന്ന് കൊടുക്കുക. മറിച്ച്
ബിയുടെ വാല്യൂ നമുക്ക് ആവശ്യമില്ല, നമ്മൾ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് 0 കൊടുക്കും. പക്ഷെ നമുക്കിവിടെ എളുപ്പം ഏതാണ്, ബിയുടെ വാല്യൂവും കാൽക്കുലേറ്റ് അത് തന്നെ കമ്പ്യൂട്ടർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ട്രൂ എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ടി അടിച്ചാൽ മതി, ട്രൂ എന്ന് പറയും. അപ്പോൾ ട്രൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് വൈയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ട് 46.1. ഓക്കെ, ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ്, അടുത്ത വാല്യൂസ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂസ് 39 ആണ്. നമുക്ക് നോക്കാം. 39 ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 39 ഉപയോഗിച്ചുകൊണ്ട് വൈയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വൈ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രെൻഡ് ആണ്. ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രെൻഡ് സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വൈയുടെ വാല്യൂ സെലക്ട് ചെയ്തെടുക്കുക, ഇനി എക്സിന്റെ വാല്യൂസ് സെലക്ട് ചെയ്തെടുക്കുക. ഇനി ന്യൂ ആക്സസ് നടന്ന എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കുന്നത്, 39 ആണ്. കോൺസ്റ്റന്റ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വൈയുടെ വാല്യൂ ഈ ഇക്വേഷനകത്തുനിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ, എയുടെയും ബിയുടെയും വാല്യൂ എടുത്താൽ മതിയാകും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മുമ്പേ ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വൈയുടെ വാല്യൂ എടുക്കുക, ഈക്വൽ ടു വൈയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈക്വൽ ടു ആൻസർ കിട്ടേണ്ടത് എവിടെയാണ്, ഇവിടെയാണ്. ഈക്വൽ ടു എ എക്സ് ആണ്. എ ഇതാണ്, സ്റ്റാർ എക്സിന്റെ വാല്യൂ എത്രയാണ്, ആദ്യത്തിനകത്ത് 45 ആണ്. പ്ലസ് ബിയുടെ വാല്യൂ 26.9. എൻ്റെ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടി. ഇനി ഇവിടുത്തേനകത്താണ് ചെയ്തിരുന്നെങ്കിൽ വൈ ആൻസർ ആണ് കിട്ടേണ്ടത്. ഈക്വൽ ടു എയുടെ വാല്യൂ ഇതാണ്, എ ഷിഫ്റ്റ് സ്റ്റാർ ഞെക്കുക. അപ്പം എക്സിന്റെ വാല്യൂ 39 ആണ്. പ്ലസ് ബിയുടെ വാല്യൂ 26. എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ട സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എയുടെ വാല്യൂ y ഈക്വൽ ടു എക്സ് പ്ലസ് ബിയിലെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ബി എന്ന് പറയുന്നത് അവിടുത്തെ ഇന്റർസെപ്റ്റ് പോയിന്റ് ആണ്. ഇനി വൈയുടെ വാല്യൂ ഗിവൺ വാല്യൂ ഓഫ് എക്സ് എന്നിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം, ട്രെൻഡ് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.